ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് വാഷി ടാപ്പ് ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കിയത് നമ്മളായതുകൊണ്ടും സ്ട്രിപ്സ് ഒന്നും കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്യാത്തത് കൊണ്ടും ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. പിന്നെ അത് എനിക്ക് യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് വലിയ സീനില്ല. A4 പേപ്പറിലാണ് നിങ്ങൾ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 9 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് 3 വാഷി ടാപ്പ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വാഷി ടാപ്പ് ഉണ്ടാക്കാം 3 സ്ട്രിപ്പാണ്. അപ്പോൾ എത്ര സ്ട്രിപ്പിനെങ്കിൽ എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ഒന്ന് എത്ര സ്ട്രിപ്പ് വേണം അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്ട്രിപ്പായി എടുക്കുന്നതുകൊണ്ട് അതിൽ 3ലും ഒരേപോലത്തെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 വാഷി ടാപ്പിനുള്ള ആ സ്ട്രിപ്പിൽ മൂന്നെണ്ണം വെച്ച് ഡിഫറെൻറ്റ് പാറ്റേൺസ് വരച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ ഗ്രിഡ് ലൈൻസ് ആണ് വരയ്ക്കുന്നത് ബ്ലൂ കളറിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കാം. ഈ ഗ്രിഡ് ലൈൻസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് വീട്ടിൽ കോഴിക്കോട് അടിക്കാൻ വേണ്ടി നെറ്റ് കൊണ്ടും അതാണ്. സത്യം പറഞ്ഞാൽ കവി ഇതിൽ ഉദ്ദേശിച്ചത് പൂവാണ്. ബട്ട് എന്തോ ഒരു തകരാറ്. കുറച്ച് മുന്നേ വരെ മൈലാഞ്ചി ഇടാൻ ഡിസൈൻ ഇല്ലാത്തപ്പോൾ കുത്തുകൊണ്ട് ഒരു അഭിഷേകം നടത്തുന്നതായിരുന്നു എൻ്റെ ഹോബി. ആ പോൾക്കാ ഡോട്ട്സിൻ്റെ സ്ട്രിപ്പ് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ഇനി ഈ ഒരു സ്ട്രിപ്പൊക്കെ ചുറ്റാൻ വേണ്ടി ഒരു റിങ് വേണം. അപ്പോൾ അതിന് വേണ്ടി 3 റിങ് ഉണ്ടാക്കിയെടുക്കണം. ശേഷം സൈസൊക്കെ കറക്റ്റ് ആണോ നോക്കി ഒന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ 3 സ്ട്രിപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ആ ഒരേ പാറ്റേണുള്ള സ്ട്രിപ്പിൻ്റെ ഒക്കെ അറ്റത്ത് ഗമ്മ വെച്ചിട്ട് ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച റിങ്ങിൽ കുറച്ച് ഗമ്മ അപ്ലൈ ചെയ്ത ശേഷം ആ സ്ട്രിപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതൊരു സ്ഥലത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഊരി പോരാതെക്കാൻ വേണ്ടി അത് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റിക്കി വാഷി ടാപ്പ് അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടി കൂടെ ഒന്ന് വെച്ചെടുക്കണം. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഷി ടാപ്പ് റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.